പലപ്പോഴും പ്രായമായ ആൾക്കാർ ഒ പിയിൽ വരുമ്പം ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രയാസം നടക്കാൻ പറ്റണില്ല. പഴയ പോലെ നടക്കാനും തയ്യാത്തിരിക്കാനും മടക്കിയിരിക്കാനൊന്നും പറ്റണില്ല. ഒരു 70 വയസ്സായ ഏതൊരാളുടെയും പ്രശ്നം അതാണ്. കുറച്ചും കൂടിയൊക്കെ ഒരു ആയുസ് കിട്ടി 80 ആയാൽ മൂത്രം അറിയാതെ പോവുകയാണ്. പൈപ്പിടണം. ആ പൈപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ? ഒരു 90 ആകുമ്പോഴത്തിന് ഓർമ്മക്കുറവാണ്, മറവിയാണ്, ഒരന്തം കുന്തം ഇല്ലാണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെങ്ങനെയാണോ ജീവിതം തുടങ്ങിയത് ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് അള്ളാഹു കൊണ്ടുവരികയാണ് അല്ലേ? നമ്മൾ കുറേ നടക്കാൻ വയ്യാതെ നടന്ന് പഠിച്ചതാണ്. നമ്മൾ കുറേ കാലം പാമ്പേഴ്സ് കിട്ടി എല്ലായിടത്തും മൂത്രമൊക്കെ ഒഴിച്ച് നടന്നതാണ്. പാമ്പേഴ്സൊക്കെ ഇപ്പോഴത്തെ തലമുറയാണ്. ഇവിടെ നമ്മളെ കാലത്തൊന്നും അങ്ങനെ പാമ്പേഴ്സൊന്നുമില്ല. ആണ് മൂത്രം ഒഴിക്കല, നിസ്കാരപ്പായിലൊക്കെ മൂത്രം ഒഴിക്കും. അപ്പോൾ ആ കാലം കഴിഞ്ഞ് പിന്നെ നമുക്ക് മൂത്രം ഒഴിക്കാണ്ടായി. പിന്നെ നമ്മൾ സ്വന്തമായി മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞ് അതൊക്കെ വീണ്ടും ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പറേഷൻ നിർബന്ധമാണ്. കുടലിറക്കോ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടാവും, ഒരു സർജറി വേണ്ടി വരും. 70 വയസ്സ് രക്ഷപ്പെട്ടോ ഒരു ക്യാൻസർ നിർബന്ധമാണ്. 80 വയസ്സായ ആളൊക്കെ ഉണ്ട് എന്നാൾ. അപ്പോൾ 2 ക്യാൻസർ കഴിഞ്ഞ് സർജറി കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതും ജയിച്ചിങ്ങനെ നിൽക്കണം. ഇപ്പോൾ നോട്ട് ഔട്ടായിട്ട്. അപ്പോൾ ഒരു പ്രായം കൂടുന്നതിനനുസരിച്ച് ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ അറിയുമ്പോഴാണ് ഇത്രയും കാലം ഒരു പ്രയാസമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിച്ച് നിലനിർത്തിയതിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ വലുപ്പം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. എത്ര തന്നെ നമ്മൾ പകരം ചെയ്താലും അത് പകരം മതിയാകൂല എന്നാണ്. ഇപ്പം ഞാൻ പരിചയമുള്ളൊരു ഡോക്ടർ, അദ്ദേഹം ഹൃദയവും ശ്വാസകോശം കൂടി മാറ്റി വെച്ചൊക്കെ അമേരിക്കയിൽ പോയിട്ട് ഹൃദയം ശ്വാസകോശം 79ാമത്തെ വയസ്സിൽ ഏകദേശം ഇന്ത്യൻ്റെ ഒരു 30 കോടി റുപ്യ ചിലവാകും. അപ്പോൾ ഈ ഒരാഴ്ചയിൽ ചിലപ്പോൾ അത്ര പൈസ ഉണ്ടാക്കിയണമെന്നൊക്കെ ആലോചിച്ചിട്ട് എത്തുമ്പോൾ കിട്ടില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു അവസാനം ഘട്ടത്തിൽ അത്രയും പൈസ ചിലവാക്കാൻ ഒരാൾ തയ്യാറാണ്. ഒരു ദിവസം ശ്വാസം മുട്ടലില്ലാതെ ജീവിക്കാൻ, ഒരു ദിവസം ഒരു പ്രയാസമില്ലാതെ ജീവിക്കാൻ ആളുകൾ അത്രയും പൈസ ചിലവാക്കാൻ തയ്യാറാണ്. അപ്പോൾ എത്രയോ അനുഗ്രഹങ്ങൾ, നമ്മൾ കണക്കാക്കാനാവാത്ത അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യുപകാരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തേ ആവശ്യപ്പെട്ടുള്ളൂ? അള്ളാഹുവിന് നന്ദി കാണിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ പ്രസാദം കൊണ്ടേ കൊടുക്കണ്ട, എന്തെങ്കിലും നേർച്ചേരേണ്ട ആവശ്യമില്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറേ നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അത് മാത്രമാണോ ആരാധന? അല്ല സഹോദരങ്ങളെ. തൻ്റെ സഹോദരനോട് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കിപ്പോൾ ഒരാളെ നടന്നു പോകുമ്പോൾ തല താത്തി നടന്നു പോകാം, ഒരാളെ കാണുമ്പം അയാൾക്ക് സലാം ചെല്ലാം, അയാളോട് ചിരിക്കാം. ഇതിനൊക്കെ എത്ര വലിയ പ്രതിഫലമാണ് കിട്ടുന്നത് നിങ്ങളെ ചോദിക്കും. ഒരിക്കലും ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ സുബഹിസ്കരിച്ച് കണ്ട് പള്ളിക്കുന്ന് ആൾക്കാർ പോകുമ്പം ഓരോരുത്തർ ദിക്റും ദുആക്കായിട്ട് ഇങ്ങനെ പള്ളിക്ക് ഇരിക്കായിരിക്കും അല്ലോ. അപ്പോൾ വേം നീച്ചു പോകണവരുണ്ടാവും, തിരക്കുള്ളവർ. ഓരോരുത്തർ പോകുമ്പോഴും സലാം പറയും. അപ്പോൾ ഒരിക്കൽ സുഹൃത്തിനോട് പറഞ്ഞു, ഇതിങ്ങനെ എല്ലാവരും സലാം അടക്കാൻ നിന്നാൽ നമ്മളെ ദിക്റും ഒന്നും നടക്കില്ല. എത്തപ്പത് പള്ളിക്കുന്ന് ഇങ്ങനെ ഓരോരുത്തർ നീച്ചു പോകുമ്പോൾ ഓണമൊക്കെ പാൽക്കത്തിരി അസ്സലാമു അലൈക്കും ഞാൻ പറയും. അവിടെ കുത്തിരുന്ന് ദിക്റുള്ളവനൊരു ഇടങ്ങേറ്. അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, എന്താ ഇങ്ങനെയൊക്കെ നമ്മൾ മറുപടി പറയണം, എല്ലാ സലാമും നമ്മൾ മടക്കണമെന്നാണ്. സഹോദരങ്ങളെ, ഇതൊരു നിർബന്ധ ബാധ്യത എന്നതിനപ്പുറം അയാൾ പറയണത് എന്താണ്? നമ്മളോട് കുത്തിരുന്ന് ചോദിക്കണത് തന്നെയാണ് അയാൾ പറയണത് അല്ലേ? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. അതിനല്ല ഇപ്പോൾ നമ്മളോട് കുത്തിരുന്ന് ചോദിക്കണത്. ഒരു സഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹം നബിൻ്റെ കൂടെ ഇശാ നിസ്കരിക്കും ജമാഅത്ത് മസ്ജിദുൻ നബവിയിൽ വെച്ച്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് പോകും, കബീലയിലേക്ക് പോകും.
അങ്ങനെ ഗോത്രക്കാർ ഓരോ താഴ്വരകളിൽ ഓരോ ഗോത്രക്കാർ താമസിക്കുക ചെയ്യാം. അപ്പോൾ അവിടെ ചെറിയ പള്ളിയുണ്ട്. മൂപ്പർ അവിടെ പോയിട്ട് അവിടെ ഇമാം വെക്കും. ഇവിടെ നബിൻ്റെ മഹ്മൂമായി നിന്നിട്ട് കബീലയിൽ പോയിട്ട് കബീലയിലെ പള്ളിക്ക് എന്ത് ചെയ്യും, ഇഷാക്ക് ഇമാമായി നിൽക്കും. അപ്പോൾ മൂപ്പരെ നിസ്കാരത്തിന് എന്ത് ചെയ്യില്ല, ഒരാൾ സ്ഥിരമായിട്ട് വരലില്ല. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് മൂപ്പർക്കൊരു സംശയം, എന്താ ഇപ്പോൾ നിസ്കാരത്തിന് വരാത്ത ആളെ പറ്റി ഒരു മുനാഫിക്കായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ നബിനോട് പരാതി പറഞ്ഞു. അപ്പോൾ നബി അദ്ദേഹത്തെ വിളിപ്പിച്ചു എന്നാണ്. അപ്പോൾ എന്താണ് നബി, അപ്പോൾ മൂപ്പർ കുറേ നല്ല നിസ്കാരത്തിൽ നല്ല നീട്ടി ഓതും, സുജൂതും റുക്കുമൊക്കെ നല്ല നീളമുണ്ടാവും. അപ്പോൾ അത്രയൊന്നും ആർക്ക് വൈജാം, ഇയാൾക്ക് താല്പര്യമില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത്രയൊക്കെ റുക്കൂലും സുജൂദിലും പറയാനുള്ളതെന്നാണ് മൂപ്പർ ചോദിക്കുന്നത്. അപ്പോൾ അത് പ്രാർത്ഥനയാണ്. അപ്പോൾ മൂപ്പര് റുക്കൂലും സുജൂദിലും സ്വർഗ്ഗം ചോദിക്കുക മാത്രമേ ഉള്ളൂ. സ്വർഗ്ഗം ചോദിക്കും, നരകത്തെ തൊട്ട് കാവലിനത്തോട്. അപ്പോൾ മുആദ് പറഞ്ഞു, നമ്മളും അത് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആ സഹാബിനെ പറ്റി, ആ സഹാബി അവസാന യുദ്ധത്തിൽ ഷഹീദാകാണ് ചെയ്തത്. അയാൾ അള്ളാഹുവിനോടും റസൂലിനോടും കൂറുള്ളവനാണെന്ന് അയാൾ മുആദിനെ ആ ഷഹീദായ മരണം കൊണ്ട് ബോധ്യപ്പെടുത്തിയെന്നാണ്. ഞങ്ങൾ പറഞ്ഞതെന്താ വെച്ചാൽ, എന്താണോ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ നിരന്തരം പ്രാർത്ഥിച്ചു ദിക്റും ഇതൊക്കെ ചൊല്ലി നമ്മൾ നേടേണ്ടത് എന്താണ്, ആ സ്വർഗം തന്നെയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. കാരണം സ്വർഗം ഒരിക്കലും നമ്മൾ ചെയ്ത നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സ്വതക്ക കൊണ്ടോ കിട്ടുന്ന ഒരു സാധനമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളിൽ ആൾക്കും സ്വർഗം കിട്ടൂല നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് എന്നാണ്. അപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ് നബിനോട്, അല്ല റസൂലേ നിങ്ങൾക്ക് കിട്ടുമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്, നബിനോടാണ് ചോദിക്കുന്നത്. നബി ആരാണ് സഹോദരങ്ങളെ? രാത്രി മുഴുവൻ ദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന പ്രവാചകൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ഒരു 10-60 വയസ്സുള്ള നമ്മളെ വല്യാപ്പാൻ അല്ലെങ്കിൽ വാപ്പാനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നേരം പുൽക്കോളം നിന്ന് നിസ്കരിച്ചാണെങ്കിൽ കാൽമലൊക്കെ നീര് വന്ന് സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും ഒക്കെ ഓതിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കരിക്കുന്നത്, ദീർഘമായി നിസ്കരിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഉമർ ബിൻ ഖത്താബ് പറയുന്നത് കേട്ടാം. എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ചെന്നപ്പം അവിടെ ഒരു നല്ല ഈത്തപ്പഴം പോലും ഇല്ല എന്നാണ്. കുറച്ച് ബാർലി മാത്രമാണ് ആ വീട്ടിലുള്ളത്. എത്രയോ ദിവസങ്ങൾ താഴ്ന്ന തരം കാരക്ക തിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ് ഒട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിട്ടുണ്ടെന്നാണ്. ഖന്തക്കിൻ്റെ യുദ്ധത്തിൽ സഹാബത്ത് വന്ന് നബിനോട് പരാതി പറയാണ്, വിശപ്പുണ്ട്. എന്താണ്, ഒരു തുണി പൊക്കി കാണിച്ചു കൊടുക്കുകയാണ് സഹാബി. പള്ളൻ്റെ അവിടെ ഒരു കല്ല് കെട്ടി വെച്ചിട്ടാണ് ആ കിടങ്ങ് കുത്തുന്നത്. അള്ളാൻ്റെ റസൂലിന് ഒന്നും പറയാല്ല. അള്ളാൻ്റെ റസൂലിൻ്റെ വയറ് കാണിച്ചു കൊടുക്കണം. അവിടെ 2 കല്ലാണ് കെട്ടി വെച്ചത്, ഒന്നല്ല 2 കല്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങി എഴുന്നേറ്റ് പോയപ്പം പുറത്തുള്ള പരുക്കൻ ഈത്തപ്പനയുടെ മുടഞ്ഞ മട്ടൽ കൊണ്ടുള്ള ആ മെത്തയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നിരുന്നത്. അതിൻ്റെ പാട് പുറത്തിങ്ങനെ കാണാം. ഇപ്പം കാണൂല, പണ്ടൊക്കെ നമ്മൾ പായി കടന്ന് നീച്ചാണ്ടാവും, പായിൻ്റെ അടയാളം പുറത്തിങ്ങനെ കാണാം. അപ്പോൾ ആരും പായി കിടക്കാത്തതുകൊണ്ട് കാണാൻ സാധ്യതയല്ല. അപ്പോൾ അതിനേക്കാൾ കടുത്തതാണ് ഈത്തപ്പനൻ്റെ മടലിൻ്റെ പായി. ആ പായെ കടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് പാട് കണ്ടിട്ട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, പേർഷ്യയുടെയും റോമൻ്റെയൊക്കെ രാജാക്കന്മാർ കിടക്കണ മെത്ത അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങനത്തെ ഒരു മെത്ത ഞങ്ങൾക്ക് വലിയ സോഫ്റ്റായൊരു മെത്ത ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണ്ടേന്ന്. ഞാനും ഈ ദുനിയാവും എന്ത് ബന്ധമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ആ പ്രവാചകനാണ് ആലോചിക്കട്ടെ. ആ പ്രവാചകൻ പറയണത്, കാൽമ നീര് വരുവോളം നിന്ന് നമസ്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടത്തോടെ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, അല്ല റസൂലേ, ചെയ്തതും ചെയ്താനിരിക്കുന്നതുമായ സകല പാപങ്ങളും പുറത്തു തന്ന വ്യക്തിയാണ് താങ്കൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അഫല അബ്ദൻ ഷുക്കൂറൻ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ട ആയിഷ എന്നാണ് ചോദിച്ചത്. ആ പ്രവാചകനോടാണ് സഹാബത്ത് ചോദിക്കുന്നത്, താങ്കൾ പോലും താങ്കളുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂല പ്രവാചകരെ ചോദിച്ചപ്പം ഇല്ല എന്നാണ്. ഞാൻ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നത്. അല്ല നമ്മളെ 4 നിസ്കാരം കൊണ്ടും 4 സ്വതക്കൊടുത്തോണ്ട് 10 റുപ്യ എടുത്തോണ്ടൊന്നും നമ്മൾ സ്വർഗത്ത് പോകുമെന്ന് വിചാരിച്ചല്ല. ആ കാരുണ്യമാണ് ഒരാൾ സലാം പറയുമ്പോൾ തരുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം താങ്കളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണ ഒരു സലാം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി കാണരുത്. അതിന് മലക്കുകൾ ആമീൻ പറഞ്ഞാൽ, ആ ദുആയെങ്ങാനും അള്ളാഹു സ്വീകരിച്ചാൽ അതിൻ്റെ റിസൾട്ട് എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് ഒരാൾ സലാം പറയുമ്പം അതിലൊരു വിഷമം തോന്നേണ്ടതില്ല. എൻ്റെ സുഹൃത്തിനോട് പറയണം, ഇങ്ങനെ എല്ലാവരും പള്ളിക്കൊന്ന് സുബഹിസ്കരിച്ച് പോകുമ്പോൾ എല്ലാവരും സലാം പറഞ്ഞ് മര്യാദയ്ക്ക് ദിക്റ് എല്ലാം പറ്റില്ല എന്ന്. കാരണം ഓരോരുത്തരും ഇങ്ങനെ നീച്ചു പോകുമ്പോഴൊക്കെ സലാം പറയും. അപ്പോൾ അതിലൊരു അസ്വസ്ഥതയും തോന്നേണ്ട ആവശ്യമില്ല. അതൊക്കെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് സന്തോഷത്തോടെ സലാം അടക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിലും ദീനിൻ്റെ ഒരു കാര്യത്തിലും നമുക്ക് ഒരു അസ്വസ്ഥതയും തോന്നേണ്ടതില്ല.